ഇത് മുഴുവൻ പടർത്തിയിട്ടിരിക്കുകയാണ്. ഫ്രഞ്ച് ബീൻസ് കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇനി ബീൻസ് കൊണ്ട് എന്തെങ്കിലും തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അതും വീട്ടുമുറ്റത്ത് തന്നെ പറിക്കാമല്ലോ. അപ്പോൾ ഒരു വെജിറ്റബിൾ ഗാർഡൻ, ഒരു ഹോം ഗാർഡൻ തന്നെ ഇവിടെ മിക്കവാറും എല്ലാ ഈ ഗ്രാമത്തിലെ വീടുകളിലും ഉണ്ട്. മാലയൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. വലിയ സ്വീകരണമാണ് ഇവിടെ കണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഇനി എന്തൊക്കെയോ കൊണ്ട് തന്നെ അലങ്കരിക്കാനുള്ള പരിപാടിയാണ്. ഒരു ഗാർണിഷ് പോലെ ആക്കുമോ ഇത്? അപ്പോൾ ഞാനിപ്പോൾ സാറാഹൻ ലേഡി ആയിക്കഴിഞ്ഞു. ഇവിടുത്തെ ടിപ്പിക്കൽ വേഷത്തിൽ തന്നെ വേഷം കെട്ടിച്ച് നിർത്തിയിരിക്കുന്നു. ഇവിടെ യൂഷ്വൽ എന്ന് പറയുന്ന തലയിൽ കെട്ട് എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഡിസ്ട്രിക്റ്റിലും. പക്ഷേ ഡ്രസ്സിൽ ചെറിയ 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 മാറ്റങ്ങളുണ്ടാവും. സാറാഹനിൽ ഈ ഒരു ടിപ്പിക്കൽ ഡ്രസ്സാണ്. പുതിയ ആൾക്കാരൊക്കെ ചെറുമോളാണ്. ശരിക്കും നല്ല മോഡേണൈസ്ഡ് ആണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ. പഴയ ഗ്രാമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം തന്നെ സ്കൂളിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ വേഷം, ആഹാര രീതിയെല്ലാം കുറേയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഇവരുടെ ഭക്ഷണം അതാണ് കാണാൻ പോകുന്നത്. ഇത് ബക്ക്വീറ്റിൽ തന്നെ റോട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. താങ്ക് യു. ബക്ക്വീറ്റ് ഇവിടുത്തെ ഒരു പ്രധാന കാര്യമാണ്. ഫുൾ ഓഫ് കാൽഷ്യം ആണെന്നാണ് പറയുന്നത് ബക്ക്വീറ്റിൽ. അപ്പോൾ അതുകൊണ്ടുള്ള റോട്ടി. ബക്ക്വീറ്റ് വെള്ളവും ഉപ്പൊക്കെ കുഴച്ചു. ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ, നമുക്ക് ഉറട്ടിക്ക് കുഴക്കുന്ന പോലെ എന്ന് പറയും. കയ്യിലിട്ട് തട്ടി തട്ടി തട്ടി. ഭയങ്കര പാടാണ്. തട്ടി തട്ടിയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് നല്ല കൈത്തഴക്കമാണ്. അതെ. അപ്പോൾ ഇവിടുത്തെ ഈ ഗൃഹനാഥൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആപ്പിൾ കൃഷി ഇവിടെ ഭയങ്കര ലാഭമാണ്. ഒരുപാട് തോട്ടമുള്ളവരെല്ലാം നല്ല വരുമാനമുള്ള ആൾക്കാരാണ്. അപ്പോൾ പഴയ ട്രഡീഷണൽ ഹൗസ് എല്ലാം ഇടിച്ച് മാറ്റിയിട്ട് കോൺക്രീറ്റിൻ്റെ വലിയ ഡബിൾ സ്റ്റോറിയൊക്കെ വെക്കുകയാണ്. അപ്പോൾ സ്റ്റോൺ ആൻഡ് വുഡ് ഹൗസൊക്കെ പോയി കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റോറേജ് ഹൗസ് മാത്രം ഇപ്പോഴും ഉണ്ട്, ആ സ്റ്റോൺ ആൻഡ് വുഡിൻ്റെ. രണ്ട് വീടുണ്ട് ഇവിടെ അടുത്തടുത്ത് തന്നെ. ഇപ്പുറത്തെ വീട്ടിൽ ആ വുഡും കോൺക്രീറ്റും കൂടെ ചേർന്നൊരു കൺസ്ട്രക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഈ നാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ആർക്കും തന്നെ വീടില്ലാത്തവരില്ല. എല്ലാവർക്കും വീടുണ്ട്, എല്ലാവർക്കും സ്ഥലവുമുണ്ട്. പിന്നെ ഈ വീട്ടുകാരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നല്ല ഒരു വെൽ ഓഫ് ആൾക്കാരാണ്. കാര്യം അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്നു. മകൻ എഡ്യൂക്കേറ്റഡ് ആണ്, ഇവിടുത്തെ കോൺവെൻറ്റ് സ്കൂളിലെ ടീച്ചറാണ്. ഇത് കൂടാണ്ട് വലിയൊരു ആപ്പിൾ തോട്ടമുണ്ട്. അപ്പോൾ ആപ്പിൾ തോട്ടത്തിൻ്റെയൊക്കെ വരുമാനം ഒരു സീസണിൽ 7-8 ലക്ഷം രൂപയൊക്കെയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത് ചില കൂടുതലുള്ള ആൾക്കാർക്ക്. അതുകൊണ്ട് എല്ലാം തന്നെ ഇപ്പം കുറച്ച് നല്ല എന്താ പറയുക സംതൃപ്തരായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തവയിലിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് കനലിലിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ചുട്ടെടുക്കും, പൊള്ളിച്ചെടുക്കും. ഓ, അടുത്ത ജനറേഷനിലെ ആളും റോട്ടിയൊക്കെ തട്ടി തുടങ്ങി.